ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താ അറിയോ, ഇങ്ങനെ കഴിഞ്ഞ ദിവസം എന്തോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കുറേ പഴയ സർട്ടിഫിക്കറ്റ്സ് LKG അങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ്സ് കുറേ കണ്ടു. അതുപോലെ തന്നെ എൻ്റെ കുറേ സർട്ടിഫിക്കറ്റ്സ് മിസ്സിങ്ങുമാണ്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ എടുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മിസ്സിങ് ആവുമെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പം എപ്പോഴും മെയിൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അല്ലേ വയ്ക്കുള്ളൂ, 10th 12th പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ കാര്യം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കോമഡി ആയിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇങ്ങനെ വീഡിയോ ചെയ്താലേ ഇനിയിപ്പോൾ ഇത് മിസ്സായി ഫ്യൂച്ചറിലൊക്കെ നമുക്കിങ്ങനെ എടുത്ത് കാണാൻ നല്ലതല്ലേ. അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റെ പറയുകയാണെങ്കിൽ ഓക്കെ എന്താണാവും നിങ്ങൾ ഫസ്റ്റ് ഓക്കെ എൻ്റെ LKG തൊട്ടിട്ടുള്ള ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ്സിൽ എന്തിൻ്റെയൊക്കെയോ ഉണ്ട് കുറേ. പിന്നെ ഇതിനകത്ത് ഈ എന്തായിരുന്നു ഈ നമ്മുടെ 10th പിന്നെ അങ്ങനത്തെ കോൺഫറൻസസ് അങ്ങനത്തെ പരിപാടികളെ കുറിച്ച് കൈൻഡ് ഓഫ് തിങ്സ് അതാണിത്. ഇതെന്ന് പറഞ്ഞാൽ നോർമലി അലമ്പ് സാധനങ്ങൾ ആണ്. ഇതിൽ തന്നെ ഫസ്റ്റ് ഞാൻ LKG UKG പഠിച്ചത് നിർമ്മല സ്കൂളിലാണ് ഇവിടെ. അപ്പോൾ അവിടുത്തെ പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് കണ്ടോ, ബേബി വൈഷ്ണവി സജീവ് എന്നൊക്കെയാണ്. അവരെപ്പോഴും എൻ്റെ സ്പെല്ലിങ് തെറ്റ് ചെയ്തു. അവരെന്നല്ല അധികം ആൾക്കാർ എഴുതുമ്പോൾ VY എന്നാണ് എഴുതുന്നത്, എൻ്റെ അത് VAI ആണ്. ഞാൻ LKG പഠിക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നു ഗൈസ്, എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ പഴയ ഇത് കണ്ടോ, ഹോളിഫൈഡ് ടാലൻറ്റ് സെർച്ച് എക്സാം ഡിസ്റ്റിങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതിലും എൻ്റെ പേര് വൈഷ്ണവി VY ആണ്. പിന്നെയുള്ളത് സെർട്ട് എനിക്കുണ്ടോ, ഇതിൽ ഇവരുടെ സ്പെല്ലിംഗ് ഒക്കെ ശരിയാക്കി, പക്ഷേ ഇത് കണ്ടോ വരഞ്ഞിട്ട് വെച്ചേക്കുന്നത് അത് ഞാനല്ല, അതെൻ്റെ അനിയനാണ്. അവന് പണ്ട് എൻ്റെ എല്ലാ സാധനങ്ങളും അവൻ്റെ കളിപ്പാട്ടങ്ങളായിരുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റ്സിനില്ല, നോട്ട്ബുക്സിനില്ല, അങ്ങനെയൊന്നുമില്ല. അവന് തോന്നുന്നതൊക്കെ അവൻ്റെ ഇങ്ങനെ ഡ്രോയിങ് ചെയ്ത് വെക്കേണ്ട സാധനങ്ങൾ. ഞാൻ ചിത്രം വരച്ച ബുക്കൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഡ്രോയിങ് പീരീഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ചില ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പിക്ചേഴ്സൊക്കെ ഉണ്ട്. അതിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിലൊക്കെ അവനിങ്ങനെ പോയി കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ബിസ്ക്കറ്റ് ബൈറ്റിംഗ് കോമ്പറ്റീഷൻ കാണുന്നത്. ആ ബിസ്ക്കറ്റ് ബൈറ്റിംഗ് കോമ്പറ്റീഷനിൽ എനിക്ക് LKG പഠിക്കുമ്പോൾ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെയാണ് അറിയാത്, അവരിങ്ങനെ കുറേ ബിസ്ക്കറ്റ്സ് വന്നിട്ട് ഹാങ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മളിങ്ങനെ കൈ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ചാടി ചാടി കടിക്കും. അതാണ് ഈ ബിസ്ക്കറ്റ് ബൈറ്റ് കോമ്പറ്റീഷൻ. അതിലെനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ഇനി വീണ്ടും അവരെൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ചിരിക്കണു, എന്തോ ഒരു KPSC ബോർഡോ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ സ്കൂൾ മാറി. LKG UKG കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ നല്ല ഡീസൻറ്റ് കുട്ടിയായിരുന്നു, പഠിപ്പിക്കുട്ടിയായിരുന്നു. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ മാറ്റി. അപ്പോൾ റാണിജിയിലാണ് ഞാൻ 1st to 10th പഠിച്ചത്. റാണിജി സ്കൂളിലാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ എന്താ അറിയോ, ഇൻ ദ പോണ്ട് ഓൺ ദ ബാങ്ക്. അതിൽ പക്ഷെ അവരുടെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ആനുവൽ സ്പോർട്സ് മീറ്റ് ആയിരുന്നു, അതിലെനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ എന്തിനാണ് നമ്മളൊക്കെ ഈ ഒരുപാട് PCM സ്കോളർഷിപ്സോ ഹോളി ഫെയ്ത്ത് ടാലൻറ്റ് സെർച്ചോ വീണ്ടും ഒരു PCM, പിന്നെന്താ ഗുരു ശിഷ്യ എക്സാം, ഓർച്ചാഡ് ഇന്ത്യ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല ഇതൊക്കെ എന്തിനാണെന്നുള്ളത്. ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നോട്ടൊന്നും അങ്ങനെ എഴുതിയെടുക്കില്ല. എനിക്ക് ഭയങ്കര എന്താ പറയുക, മടിയല്ല. ഈ ടീച്ചറൊക്കെ നോട്ട് എഴുതുമ്പം എഴുതിക്കോട്ടെ, ഞാൻ എൻ്റെ പണി ചെയ്യാം എന്നുള്ളൊരു ലൈനിലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനൊരു പഠിപ്പിച്ചെക്കനായിരുന്നു. അവൻ വന്നിട്ട് ഇങ്ങനെ വീട്ടിലെല്ലാം പറയും, അമ്മ ഈ ഹോംവർക്ക് ഉണ്ട്, ഈ PCM എക്സാം വരുന്നുണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഗുരുശിഷ്യ എക്സാം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആൻറ്റി എന്ത് ചെയ്യും, എൻ്റെ അമ്മേനെ വിളിക്കും. എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. ഈ കാര്യങ്ങൾ
എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു എക്സാമിൻ്റെ കാര്യം വീട്ടിൽ പറയാറില്ല. അങ്ങനെ അമ്മ എന്നെ ഇതിനൊക്കെ കൊണ്ടെഴുതിക്കും. എല്ലാ എക്സാമും ഒന്നും വിടാണ്ട് ഹോളി ഫെയ്ത്ത്, PCM, ഗുരുശിഷ്യ, ഇതൊക്കെ എനിക്കാണെങ്കിൽ ഇതിന് പഠിക്കണതേ ഇഷ്ടമല്ല. ഇത് ഫുള്ള് GK എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ പഠിക്കുന്ന സാധനങ്ങളല്ലല്ലോ, ജനറൽ നോളജ് അങ്ങനത്തെ കുറേ പരിപാടികളാണല്ലോ, അതെനിക്കിഷ്ടമല്ല. ഇതിന് ഞാൻ യൂട്യൂബ് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു 6ാം വാർഷികത്തിന്, അതായത് 2009 എൻ്റെ പാട്ടിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതാ ഞാൻ പറഞ്ഞത്, ഡാൻസിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റൊന്നും എൻ്റെ കയ്യിലില്ല. അതുണ്ടോ എനിക്ക് ഇനി മിസ്സായതാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ പാട്ടിന് എൻ്റെ വോയിസ് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഉണ്ടാവും, ഞാൻ പാട്ടോടെ കൊള്ളില്ല, എൻ്റെ വോയിസ് കൊള്ളില്ല, സംസാരിച്ച കൊള്ളില്ല, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പാട്ടൊന്നും പാടാറില്ല. പിന്നെന്താ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഞാനൊരു 5th ഒക്കെ ആയപ്പോഴാണ് ഞാനിങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ആക്റ്റീവായി തുടങ്ങിയത്. 4th വരെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ എക്സാംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് ഭയങ്കര ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ എന്താണ്, ഈ അമ്മ ഇങ്ങനെ സ്കൂളിൽ വരും, ഇങ്ങനെ എൻ്റെ നോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുക്കും, അമ്മ പോകും. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഒരു 5th വരെ. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് തേർഡ് സ്റ്റാൻഡേർഡിലുള്ളപ്പം ആണ് എനിക്ക് ഷോർട്ട് സൈറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ നമുക്ക് എപ്പോഴും ബെഞ്ച് റൊട്ടേഷൻ വരും. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ബെഞ്ച് ആണെങ്കിൽ സെക്കൻഡ് ഡേ സെക്കൻഡ് ബെഞ്ച്, അങ്ങനെ തേർഡ് ഡേ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു 3rd ബെഞ്ച് 4th ബെഞ്ച് വരെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ നോട്ടൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കും, ഞാൻ എല്ലാം എഴുതിയെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റോട്ട് പോണ സമയത്ത് എൻ്റെ നോട്ടിലൊന്നും ഉണ്ടാവാറില്ല. എല്ലാം ഫുള്ളിങ്ങനെ ഈ താരേ സമീൻ പറിലുള്ള ആ കുട്ടി ഇങ്ങനെ വരച്ചൊക്കെ വയ്ക്കില്ലേ, അതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ എന്നെ പഠിപ്പിച്ചൊക്കെ തരുമായിരുന്നു. അപ്പോൾ ആ ചേച്ചി അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒന്ന് അവളുടെ ഇത് പോയിട്ട് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3ാം ക്ലാസ് തൊട്ടിട്ട് കണ്ണട വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട് എനിക്ക് സ്പെക്സ്, പക്ഷേ എനിക്കിപ്പോൾ വയ്ക്കാൻ ഇഷ്ടമല്ല. ഇതെൻ്റെ ഡോക്ടർ കേൾക്കണ്ട, പക്ഷേ എന്നിട്ട് എപ്പോഴും വയ്ക്കാൻ പറയുന്നതാണ് സ്പെക്സ്. ഒരിക്കലും അഴിച്ചു വയ്ക്കരുതെന്ന്. 10th വരെയൊക്കെ ഞാനത് കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. 12th 11th 12th ഒക്കെ ഇപ്പം കുറഞ്ഞ് ഇപ്പം വായിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രം സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. സോ നമ്മളൊരു 5th 6th ഒക്കെ അപ്പോൾ ഞാൻ ആക്റ്റീവായി. അങ്ങനെ 6th പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രോബബ്ലി ഇതായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. വർക്ക് എക്സ്പീരിയൻസിന് എനിക്ക് പിക്കിൾ മേക്കിങ്ങിൽ 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇളയമ ഒരു അച്ചാർ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ, ഉള്ളി അച്ചാർ. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ ഉള്ളി, അതിൽ കുറച്ച് എന്തൊക്കെ സാധനങ്ങൾ, പിക്കിൾ പൗഡർ, വിനാഗിരി, മുളക് പൊടി, ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ ശരി അത് സിമ്പിളാണല്ലോ അത് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കുക്കിങ്ങിനുള്ള ആൾക്കാരൊക്കെ ഒരേ ഇതിലല്ലേ. അപ്പോൾ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന എൻ്റെ ക്ലാസ്സിലൊക്കെ ഉള്ള വേറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് കുറച്ച് ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇതിൽ മിക്സ് ചെയ്തു. ഇപ്പുറത്തെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതെടുത്തിൽ മിക്സ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഉള്ളി അച്ചാറാക്കാൻ വേണ്ടി പോയി ഞാൻ അവിടെ എത്തിയപ്പോൾ ഉണ്ടാക്കിയത് മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറായിരുന്നു. അങ്ങനെ എനിക്കറിയില്ല അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് 3rd കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ബേബി ആയിരുന്നല്ലോ. പിന്നെ ഞാനിപ്പോൾ കുമാരി വൈഷ്ണവി സജീവിന് 6th B പഠിക്കുന്ന സമയത്ത് പാട്രിയോട്ടിക്കിന് 3rd പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒപ്പനയ്ക്ക് 2nd ഉണ്ടായിരുന്നു, അതും 6th പഠിക്കുമ്പോഴാണ്. അഹമ്മദ് നബിയുള്ളാക്ക് അങ്ങനത്തെ എന്തോ ഒരു പാട്ടില്ലേ, അതിനായിരുന്നു ഞാൻ ഒപ്പന പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ വർഷം ഓരോ ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ കുട്ടി ഇതിലാണ്, അപ്പോൾ ഈ കുട്ടി ഇതിൽ തുടരും. പക്ഷെ ഞാൻ തുടരാറില്ല, എനിക്കിങ്ങനെ ഫുൾ ചാട്ടിയുള്ള കളിയാണ്. അപ്പം ഞാൻ 6th ഇങ്ങനെ എന്താ പറയുക പാട്രിയോട്ടിക് സോങ്, ഒപ്പന, പിക്കിൾ മേക്കിംഗ് ആയിരുന്നല്ലോ. 7th ആയപ്പോൾ ഞാൻ വർക്ക് എക്സ്പീരിയൻസ് 6th വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ പിക്കിൾ മേക്കിംഗ്.
സെവൻത്തിൽ എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു മോഡലിംഗ് വിത്ത് ക്ലേ. അതിലെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വേറെ ചേച്ചി, ഞങ്ങളിങ്ങനെ വെക്കേഷൻ സമയത്ത് എന്തോ ഇങ്ങനെ വയലിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ക്ലേയോ മണ്ണോ എന്തോ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പോലെ ഞങ്ങളിങ്ങനെ ഓരോ ഷേപ്സൊക്കെ ഉണ്ടാക്കിയപ്പോൾ നെക്സ്റ്റ് ഇയർ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമ്മളിങ്ങനെ ചുമ്മാ ഉണ്ടാക്കാറുണ്ടല്ലോ. അങ്ങനെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എൻ്റെ മാമനായിരുന്നു എനിക്ക് ഇതിനു വേണ്ടി ക്ലേ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 8th തൊട്ടിട്ട് ഞാനൊരു സംഭവത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതാണ് പ്രോഡക്ട്സ് യൂസിങ് വേസ്റ്റ് മെറ്റീരിയൽസ്. അതെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഞാനൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുപ്പിവളയുടെ ഈ ഗ്ലാസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൽ പോയി കുപ്പിവള വാങ്ങി പൊട്ടിച്ചിട്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബേസിക്കലി നമ്മൾ വേസ്റ്റ് പ്രോഡക്ട്സിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും നമ്മുടെ ഒരു വിവരക്കേട് ഓരോന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 8th പഠിക്കുമ്പോഴാട്ടോ. അപ്പോൾ 8th എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഹൈസ്കൂളിൽ കയറി. ഞങ്ങൾക്ക് 9th ആൾക്കാരുണ്ട്, 10th ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഞാൻ 8th പഠിക്കുമ്പോൾ 10th പഠിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എപ്പോഴും ജില്ല വരെ പോകുന്ന ഒരു ചേച്ചിയാണ് ഈ പ്രോഡക്റ്റ് യൂസിങ് വേസ്റ്റ് മെറ്റീരിയൽ ഐറ്റത്തിന്. അപ്പോൾ 8th എനിക്ക് സെക്കൻഡ് ആയിരുന്നു. 9th 10th എനിക്ക് ഞാൻ ജില്ല വരെ എത്തിയിട്ടുണ്ട്. അതിൽ 10th തോന്നുന്നു എനിക്ക് ഈ ഇവൻറ്റിന് 3rd ഉണ്ടായിരുന്നു ജില്ലയിൽ. അങ്ങനെ ആ ഒരു സംഭവം. പിന്നെ ഞാൻ ഒന്നും വിടില്ല കേട്ടോ. എനിക്കിങ്ങനെ ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ 8th ഞാൻ ഗ്രൂപ്പ് സോങ്ങിന് ഉണ്ടായിരുന്നു, അതിന് എനിക്ക് 3rd ഉണ്ടായിരുന്നു. പിന്നെ സ്പോർട്സിൽ ഞാൻ 8th എന്ന് പറയുമ്പോൾ സബ് ജൂനിയർ ഗേൾസ്. അപ്പം അതിൽ ഷോർട്ട് പുട്ടിന് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ 8th നമ്മുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ടീമാക്കും. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ബ്ലൂ ഗ്രൂപ്പ്, ഗ്രീൻ ഗ്രൂപ്പ്, പിന്നെന്താ ബ്ലൂ ഹൗസ്, ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ്, പിന്നെന്താ വൈറ്റ് ഹൗസോ അങ്ങനെ എന്തോ ആണ് ഈ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ ഈ 4 ഗ്രൂപ്പിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിലെ മെയിൻ ലീഡേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും, നമ്മളിപ്പം കലോത്സവത്തിനാണെങ്കിലും ഇതിനാണെങ്കിലും ലൈക്ക് വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിലും പോയിൻറ്റ്സ് കൂട്ടണ്ടേ, അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഞങ്ങൾക്ക് എല്ലാത്തിനും പിടിച്ചിട്ടിങ്ങനെ എന്താ പറയുക പ്രോഗ്രാംസിനിടും. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാ പ്രോഗ്രാംസും ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങളുടെ സ്കൂള് ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ ലൈക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോകണേന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നുവെച്ചാൽ സ്കൂളിൻ്റേതായ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കലോത്സവത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ അങ്ങനെ എന്താ പറയുക അറ്റൻഡൻസ് ഒന്നും കട്ട് ചെയ്യില്ല. സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിൽ അവർ അറ്റൻഡൻസ് ഞങ്ങൾക്ക് തരും. അങ്ങനെ അപ്പോൾ ഈ ഷോർട്ട് പുട്ട് ഞാനപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു വൈകുന്നേരം എന്തോ. അപ്പോൾ ഏതൊരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ലൈക്ക് ഈ ഹെഡ് ആ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, നീ ഒന്ന് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ആരും ഇല്ല. കാരണം അത് ഈവനിങ്ങോട്ടായപ്പം എല്ലാ പിള്ളേരൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഈ പാർട്ടിസിപ്പൻസ് മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ഇവൻസിൽ. 3:30 എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3:30 വരെയാണ് ഞങ്ങളുടെ സ്കൂൾ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ ചെയ്യാമല്ലോ, എന്തായാലും ഞാൻ ഓട്ടോനെന്തോ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇട്ടതാണ് ഞാൻ. പക്ഷേ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു 8th പഠിക്കുന്നു. പിന്നെ 8th തന്നെ എനിക്ക് ഗ്രൂപ്പ് ഡാൻസിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 8th പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ലൈക്ക് 9th 10th ചേച്ചിമാർ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഞാൻ മാത്രമായിരുന്നു 8th ഒരേ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് ഡാൻസിൽ. പിന്നെ ഞങ്ങൾ ഈ ചേച്ചിയുടെ ഒരു അനുപമ എന്ന് പറഞ്ഞ അനുപമ തന്നെയല്ലേ തോന്നുന്നു, ആ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയിട്ടാണ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഏതാ സോങ് എന്നറിയോ? ഞങ്ങളുടെ സ്കൂളിൽ ജനറലി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കോൺവെൻറ്റ് സ്കൂളാണ് റാണിജി. അപ്പോൾ അന്നേരം ഈ സിനിമാറ്റിക് ഡാൻസൊന്നും അധികം പറ്റില്ല, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ മറ്റേതില്ല ബൈരസോരെ മേഘായിരുന്നു 8th പഠിക്കുമ്പോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 3 ടീംസും വന്നിട്ട് ലൈക്ക് മലയാളം സോങ്സ്, കുറച്ച് ക്ലാസിക്കൽ അങ്ങനത്തെ ഒക്കെ ഉള്ള ടൈപ്പൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മാത്രമാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ
ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇനി ഡിസ്ക്വാളിഫൈ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ഞങ്ങൾ ഫസ്റ്റ് അടിച്ചു. അതാണ് ആ സ്റ്റോറി. പിന്നെ 8th തന്നെ ഉണ്ട് എനിക്ക് ഡിസ്കസ് ത്രോന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. അതും ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഷോർട്ട് പുട്ട് കഴിഞ്ഞിട്ടുള്ള ഇവൻ്റ് തന്നെയായിരുന്നു ഡിസ്കസ് ത്രോ. അപ്പോൾ ഡിസ്കസ് ത്രോ എന്ന് ഷോർട്ട് പുട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് എന്താ പറയുക കുറച്ച് സ്റ്റെപ്പ് എടുത്തിട്ട് ഇട്ടാൽ മതി. പക്ഷെ ഡിസ്കസ് ത്രോ അങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ കറങ്ങിയൊക്കെ ഇടേണ്ട ഒരു സാധനമല്ലേ. നമുക്ക് ഇവിടുത്തെ ഷോൾഡർ പവർ നല്ലോണം വേണ്ടൊരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് അതുപോലെ തന്നെ ഈ സൈഡിനായിട്ടൊരു ചെയ്തിട്ട് നീ ഷോർട്ട് പുട്ടില്ലേ, നീ ഡിസ്കസും കൂടി ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇതെന്താ, അപ്പം എനിക്കാണെങ്കിൽ ഇത് എറിയാൻ കൂടി അറിയില്ല. അപ്പോൾ സ്പോർട്സ് സാർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് വേണ്ടത്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ശരി എന്തായാലും വെറുതെ ഇരിക്കുക ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഡിസ്കസ് ത്രോ എറിഞ്ഞു. അതിലെനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 വർഷം എന്തോ ഇതിന് സബ് ജില്ലയിൽ പോയിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ത്രോന്. അങ്ങനെ സബ് ജൂനിയർ ഇരുന്നപ്പോൾ തന്നെ തോന്നുന്നു സബ് ജില്ലയിൽ പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 7th ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണം. എനിക്കല്ല സബ് ജൂനിയർ ആയിരുന്നപ്പോൾ 2 വർഷം ഞാൻ സബ് ജൂനിയർ എന്തോ എപ്പോഴും എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ തന്നെ ഞാൻ 8th പഠിക്കുന്ന സമയത്ത് കവിതാരചനയ്ക്ക് എനിക്ക് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഈ കോമ്പറ്റീഷൻസ് വരുമല്ലോ, ഈ കലോത്സവത്തിന് മുന്നേ വന്നിട്ട് ഇവരിങ്ങനെ ലൈക്ക് കുറേ ഇങ്ങനത്തെയൊക്കെ പ്രോഗ്രാംസ് കവിതാരചന, കഥാരചന, ചിത്രരചന അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഞങ്ങൾക്ക് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പോകുന്നില്ല, ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പോയി അറ്റൻഡ് ചെയ്തൊരു സംഭവമാണ് ആ കവിതാരചന. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ കുറേ പേരുണ്ടാവുമല്ലോ, 9th ചേട്ടന്മാർ ചേച്ചിമാരുണ്ടാവും, 10th ചേട്ടന്മാർ ചേച്ചിമാരുണ്ടാവും. അപ്പോൾ ഇവർ കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 3rd കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ പറഞ്ഞു ഡിസ്കസ് ത്രോയിൽ എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിതാണ് ജൂനിയർ ഗേൾസ് ആയപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ത്രോയിൽ. ഇപ്പോൾ സ്പോർട്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റും സെക്കൻഡും 3rd പോവും. ഫസ്റ്റും സെക്കൻഡും 3rd സ്പോർട്സ് പോവും. കലോത്സവത്തിന് ഫസ്റ്റ് മാത്രം പോവും. പിന്നെ വർക്ക് എക്സ്പീരിയൻസിന് ഫസ്റ്റും സെക്കൻഡും നെക്സ്റ്റ് ലെവൽ പോവും. അങ്ങനെ എന്തോ ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സബ് ജില്ലയിൽ എനിക്കിപ്പം സ്പോർട്സിലൊരു 2nd ആണെങ്കിൽ എനിക്ക് ജില്ലയിൽ പോവാം, അല്ലെങ്കിൽ 3rd ആണെങ്കിലും എനിക്ക് തോന്നുന്നു പോവാം. വർക്ക് എക്സ്പീരിയൻസിലാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും മാത്രമേ കൊണ്ടുപോകുള്ളൂ ജില്ലയ്ക്ക്. കലോത്സവത്തിനാണെങ്കിൽ ഫസ്റ്റ് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഓക്കെ. പിന്നെ 9th എത്തിയിട്ടു. അങ്ങനെ ഞാൻ 9th എത്തിയാണ് ഗൈസ്. 9th എത്തിയപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ചേച്ചി പോയി. ആ ചേച്ചിയായിരുന്നു സ്ഥിരം പോലും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പ്രൈസ് അടിക്കാറുണ്ടായിരുന്നു ചേച്ചി. ആ ചേച്ചി ഇപ്പോൾ പ്രോഡക്റ്റ് യൂസിങ് വേസ്റ്റ് മെറ്റീരിയൽസിൽ എനിക്ക് ഫസ്റ്റ് അടിച്ച് 9th. അതിൽ തന്നെ ഇത് കൂത്തുപറമ്പ സബ് ജില്ലയായിരുന്നു, അവിടെ നിന്നും എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഇത് കണ്ണൂർ ജില്ലയിൽ എനിക്ക് 3rd കിട്ടിയത്. അതിലെന്ത് പാർട്ടിസിപ്പൻറ്റ് സർട്ടിഫിക്കറ്റ്, ഇതെനിക്ക് പ്രൈസ് ഉള്ളത് കൊണ്ട് കിട്ടിയ വേറെ സർട്ടിഫിക്കറ്റ്. സോ എനിക്ക് 3rd പ്രൈസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതൊക്കെ ഡാൻസിൻ്റെയാണ്. ഫോക്ക് ഡാൻസ് 2nd ഉണ്ടായിരുന്നു 10th. കുച്ചിപ്പുടിക്ക് 3rd ഉണ്ടായിരുന്നു. കുച്ചിപ്പുടി എൻ്റെ അരങ്ങേറ്റം കോമ്പറ്റീഷൻ സ്റ്റേജിലാണ്. പിന്നെ ഓക്കെ. സോ ഇതിലെന്താണെന്ന് വെച്ചാൽ എനിക്ക് 10th ഞാൻ എങ്ങനെ ഡാൻസ് എൻ്റെ അരങ്ങേറ്റം നടത്തണത് പറയണത് 9th. സോ 10th ആയപ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല, നമ്മൾ പഠിച്ച സ്കൂൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഞാനിവിടെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്കിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞാൻ ഒരു പ്രോഗ്രാമും വിടാറില്ല. ഇപ്പോൾ ഈ വർക്ക് എക്സ്പീരിയൻസ് തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈക്ക് സോഷ്യൽ സയൻസ് ഫെയർ ഈ സമയത്താണെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിന് ഞാൻ ഉണ്ടായിരുന്നു, സോഷ്യൽ സയൻസ് ഫെയറിന് ഉണ്ടായിരുന്നു, ഞാൻ സയൻസ് ഫെയറിന് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ്. പിന്നെ ഡാൻസിനാണെങ്കിൽ ഞങ്ങൾക്ക് 3 എണ്ണമാണ് മാക്സിമം പറ്റുന്നത്. ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക്, ഇങ്ങനെ 3 ഉണ്ടായിരുന്നു. പിന്നെന്താ സ്പോർട്സിലാണെങ്കിലും അതെ. അപ്പോൾ എനിക്കാണ് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ലൈനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു പനി വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നീ ബെഡ് റെസ്റ്റ് ഒക്കെ എടുക്കണം, ഇങ്ങനെ അധികം ബോഡി ഒന്നും അനങ്ങാൻ പാടില്ല,
അതിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടോ 4 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് എൻ്റെ ഈ കലോത്സവം സ്കൂൾ കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷെ എൻ്റെ 2 ടീച്ചേഴ്സ് ഉണ്ട്. അവർ ഫോക്ക് ഡാൻസ് രാംദാസ് സാറും ഭരതനാട്യം കുച്ചിപ്പുടി മനോജ് സാറുമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ വീട്ടിലൊക്കെ വന്നിട്ടൊക്കെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് പ്രാക്ടീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി കളിച്ച് ഞാൻ പറഞ്ഞു ശരി വീഴുകയാണെങ്കിൽ വീഴട്ടെ, ആംബുലൻസിനെ വിളിക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. ഓരോ തിരുവാതിര കളിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ കലോത്സവം നടക്കുകയാണല്ലോ, അപ്പോൾ അവർ ആ ഗ്രൂപ്പിലൊരു കുട്ടിയുടെ കാലിൽ ബാൻഡേജ് വന്നിട്ട് വീണുപോയി. അങ്ങനെ വീണുപോയപ്പോൾ ആ കുട്ടി കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഓ ഇതൊക്കെ ഭയങ്കര ഓവറാണ്, ലൈക്ക് പ്രൈസ് കിട്ടാനുള്ള കളിയാണ് എന്നുള്ള രീതിക്കൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇതെന്താ ഇവരിങ്ങനെ പറയണേ, ലൈക്ക് കാരണം എനിക്കറിയാം നമുക്ക് എത്രത്തോളം അവർ പറയും ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്, അതാണ് ഓഫ് കോഴ്സ് ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമുക്ക് ആ ഒരു സ്പിരിറ്റിൽ നമുക്കൊരിക്കലും അതല്ല തോന്നുക. നമുക്കിങ്ങനെ എങ്ങനെയെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, സ്റ്റേജിൽ വീണാൽ കൂടെ കുഴപ്പമില്ല, പക്ഷെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എനിക്ക് ആ സ്പിരിറ്റ് ഭയങ്കര ഉണ്ട്. എത്ര ഭയങ്കര ഓക്കെ പ്രോഗ്രാം ശരി ചെയ്യാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒന്നും ഇവിടെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. ഇത് സയൻസ് ഫെയറിൽ എനിക്ക് 10th 3rd ഉണ്ടായിരുന്നു. ഒരു വർക്കിംഗ് മോഡൽ എന്തായിരുന്നു, ഓക്കെ GPS വെച്ചിട്ട് കാണാണ്ടായ കാറിന് എന്തോ ലൈക്ക് ഫോൺ കണക്ട് ചെയ്തിട്ട് സംതിങ് ലൈക്ക് ഫോണിൽ നമ്മളൊരു നമ്പറോ കോളോ എന്തോ ചെയ്താൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യും, ആ സംഭവമായിരുന്നു. പിന്നെ തന്നെ അഗൈൻ ലൈക്ക് 10th പഠിക്കുന്ന പ്രോഡക്റ്റ് യൂസിങ് വേസ്റ്റ് മെറ്റീരിയൽസിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പിന്നെയും ഇതെന്താണ് സബ് ഡിസ്ട്രിക്റ്റിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അഗൈൻ ജില്ലയ്ക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഞാൻ 10th പൂർത്തിയാക്കി. അതായിരുന്നു എൻ്റെ 10th വരെയുള്ള ലൈഫ്. അത് കഴിഞ്ഞ് 10th നമുക്ക് എക്സാം ഉണ്ടാവുമല്ലോ, നമ്മൾക്ക് പബ്ലിക് ആണല്ലോ, ഞാൻ സ്റ്റേറ്റ് സിലബസ് ആണല്ലോ, എവിടെ സർട്ടിഫിക്കറ്റ്. അതിനിടയിൽ എനിക്ക് എന്താ അറിയുമോ, അതിൻ്റെ ഇടയിൽ ഞാൻ ഗൈഡ്സിനുണ്ടായിരുന്നു ഗൈസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. നല്ല ബേർത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭയങ്കര ചടങ്ങായിരുന്നു. മൺഡേ നമുക്ക് യൂണിഫോം ഇട്ട് പോകണം, മൺഡേ ഒരു മീറ്റിംഗ് ഉണ്ട്, ഫ്രൈഡേ വേറൊരു മീറ്റിംഗ്, അതിൻ്റെ ഇടയിലുള്ള റെക്കോർഡ് എഴുത്ത്, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അത് എത്ര റെക്കോർഡ്സാണെന്നറിയോ, വെക്കേഷനൊക്കെ റെക്കോർഡ് ചെയ്തത് തന്നെയായിരുന്നു പണി ഉണ്ടായിരുന്നത് പലതരം. പക്ഷെ എനിക്ക് ക്യാമ്പൊക്കെ ഇഷ്ടമാണ്. പക്ഷെ വേറൊരു പ്രശ്നം വെച്ചാൽ ക്യാമ്പിലൊന്നും കുളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് ആ സമയം എന്നൊക്കെ വെച്ചാൽ രാവിലെയും രാത്രിയും കുളിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾ എത്ര 3 ദിവസമൊക്കെ ക്യാബിനെ കുളിക്കാണ്ടിരിക്കണം, അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് വന്നിട്ട് ഇത് കണ്ടോ, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ പല ഗൈഡ്സിന് കിട്ടിയതാണ്. ഇതെന്താണ് ഇത്, എന്തൊക്കെയോ ട്രെയിനിങ് ക്യാമ്പ്, പിന്നെന്താ എയ്ഡ്സ് അവയർനെസ് റാലിൻ്റെ ഇത് രാജ്യ പുരസ്കാർ, രാജ്യ പുരസ്കാർ ഗൈഡ്. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഉപകാരമാണ് രാജ്യ പുരസ്കാർ, രാഷ്ട്രപതി പോലെയുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. പക്ഷെ എനിക്കതിൻ്റെ ഉപകാരം എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഫസ്റ്റ് ഞാൻ ബുൾബുളിനടക്കം ഉണ്ടായിരുന്നു. ഗൈഡ്സിന് മുന്നേ നമ്മൾ ബുൾബുളാണ് ചെയ്യുക. അപ്പോൾ 4th വരെ ഞാൻ ബുൾബുളും, അത് കഴിഞ്ഞ് 5th തൊട്ട് 9th വരെ ഞാൻ ലൈക്ക് ഗൈഡ്സിനും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ക്യാമ്പിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ നമുക്കിതുണ്ടായിരുന്നു, കാംപൂരി എന്ന് പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൽ കുറേ അഡ്വെഞ്ചേഴ്സ് ഈ സാധനങ്ങളുണ്ടായിരുന്നു. ഈ വലയെ പിടിച്ച് കയറുക, ഈ പുള്ളിയിലൂടെ വന്നിട്ട് വലിയ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തോ അതങ്ങനത്തെ 16 or 18 അങ്ങനെ എന്തോ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു അഡ്വഞ്ചർ ആവാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ എന്തോ സർട്ടിഫിക്കറ്റ്സാണ് ഇത്. ഞങ്ങൾ നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ലൈനൊക്കെ നിൽക്കാൻ പഠിച്ചിട്ട് അവിടെ ലൈനിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ വെച്ചാൽ എൻ്റെ കൂടെയുള്ള വേറൊരു 3-4 പിള്ളേരുണ്ട്. അവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഈ ലൈനിൽ നിന്നോട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തത്. കാരണം കുറേ ഉണ്ടായിരുന്നു ആക്ടിവിറ്റീസ്. പിന്നെന്താ ഇത് രാജ്യ പുരസ്കാറിൻ്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഞാൻ 10th കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നു 10th. ഇപ്പം ഫുൾ A+ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പുച്ഛാണ്.
പക്ഷെ ഞാൻ 2012 10th പാസ് ഔട്ടാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ എത്ര 48 ഓൺ ആൻ ആവറേജ്, ഞങ്ങൾ 3 ഡിവിഷൻ 48 കുട്ടികളുണ്ടായിരുന്നു. 3 ഡിവിഷനും കൂടി ലൈക്ക് ഒരു ആവറേജ് ഇപ്പോൾ 50 എടുത്താൽ തന്നെ ഒരു 150 സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഞങ്ങളുടെ ആ സമയത്ത് ആ ഇയറിൽ 13 പേർക്കാണ് ഫുൾ A+ കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് കൂടി. പക്ഷെ അത് ഞാൻ മോശം നല്ലത് അത് ആ ഒപ്പീനിയനിലേക്ക് ഞാൻ പോണില്ല. ഇപ്പോൾ എന്താണ് അപ്പം ഞാൻ ഫുൾ A+ കിട്ടിയത് കൊണ്ട് ഞാൻ ഭയങ്കര ബ്രില്യൻറ്റ് ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണെന്നും അല്ല പറയുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐ വോണ്ട് ടു സീ ദ പീപ്പിൾ ഹു ടോൾഡ് മീ ഈ 10th എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസാണ്. 10th ഫുൾ A+ കിട്ടിയ ലൈഫ് സെറ്റിലായി, ഒന്നും നോക്കണ്ട, നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞ ആൾക്കാരെയാണ് എനിക്ക് കാണാനുള്ളത്. ഒരു കാര്യമില്ല. ഈ 10th മാർക്ക് കൊണ്ടുള്ള ആകെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 11th ഒരു നല്ല സ്കൂളിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഒരു നല്ല സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇതല്ലാണ്ട് ആ 10th കൊണ്ട് ഒരു ഉപകാരമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ ഞാൻ 10th കഴിഞ്ഞു. 10th കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, അവൾ എൻ്റെ കൂടെ UKG തൊട്ട് ഞങ്ങൾ ഒരേ വാനിലാണ്. പിന്നെ ഞങ്ങൾ 9th, അവൾ 8th 9th വരെ, അവൾ 8th 9th ഒന്ന് കഴിഞ്ഞപ്പോൾ അവൾ സ്കൂളിൽ മാറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടി നമുക്ക് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇടി നമുക്ക് PC തോമസിൻ്റെ അവിടെ പോകാം. അപ്പോൾ PC തോമസ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. ഞങ്ങളുടെ സ്കൂളിലുള്ള പല ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇയാളെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും PC എന്ന് പറയുമ്പോഴേ ഒരു പേടി സ്വപ്നം. ഞാൻ പറഞ്ഞു, നീ വേറെ എവിടെ വേണമെങ്കിലും വിളിച്ചു, എന്നെ അവിടേക്ക് മാത്രം വിളിക്കരുതെന്ന്. അപ്പോഴാണ് വിളിച്ചിട്ടുണ്ട്, ശരി ബ്രില്യൻറ്റ് പാലയുണ്ട്, അവിടെ നമുക്ക് പോയിട്ട് ഹോസ്റ്റലിൽ നിൽക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ഹോസ്റ്റലിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ നവോദയ എക്സാമൊക്കെ എഴുതിയിട്ട് ഞാൻ അമ്മടുത്ത് പറയും, ഞാൻ ഇനി ഹോസ്റ്റലിൽ പോകാൻ, എനിക്ക് വീട്ടിൽ നിൽക്കണ്ടെന്നൊക്കെ പറയും. പക്ഷേ ആ സമയത്തൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വീട് വിട്ട്. നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പുറത്തും. പക്ഷേ ആ സമയത്ത് നമ്മളൊരിക്കൽ പുറത്ത് പോയാൽ പിന്നെ തിരിച്ചു വരൽ ഇസ് വെരി പാടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ലൈക്ക് കോട്ടയത്ത് വന്നിട്ട് സെൻറ്റ് മേരീസ് ഗേൾസ്, ലൈക്ക് ഞാൻ 3 ഓപ്ഷനാണ് കൊടുത്തത്. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് സെൻറ്റ് മേരീസ് ഗേൾസ്, സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് സെൻറ്റ് തോമസ് ആണെന്ന് തോന്നുന്നു കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളത്, പിന്നെ തേർഡ് വൺ ഒരു ഗവൺമെൻറ് സ്കൂൾ. അപ്പോൾ എൻ്റെ അടുത്തല്ല, എൻ്റെ അച്ഛൻ്റെ അടുത്ത് ആരോ പറഞ്ഞു സെൻറ്റ് മേരീസ് ഗേൾസ്, ഇപ്പോൾ ബയോ എടുക്കുകയാണെങ്കിൽ സെൻറ്റ് മേരീസ് ഗേൾസും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ സെൻറ്റ് തോമസും ആണ് നല്ലതെന്ന്. അപ്പോൾ സെൻറ്റ് മേരീസ് ലൈക്ക് ഗേൾസ് ഓൺലിയാണ്, സെൻറ്റ് തോമസ് മറ്റേതൊക്കെ മിക്സ്ഡാണ്. സെൻറ്റ് തോമസ് തന്നെയല്ലേ ആ സ്കൂളിൻ്റെ പേര്? ഓക്കെ, അതെന്താണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. സെൻറ്റ് തോമസ് അതിനടുത്തുള്ള ബോയ്സ് ഓൺലി ആണെന്ന് തോന്നുന്നു. വേറെ ഏതൊരു സ്കൂളാണ് കേട്ടോ, സോ ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് കറക്റ്റ്ലി. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്, നമ്മൾ ഈ എൻട്രൻസും ഇതൊക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും. പക്ഷെ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ സ്കൂളായതുകൊണ്ട് വേറെ സ്കൂളുണ്ട്, ചാവറ എന്നൊക്കെ പറയുന്ന സ്കൂൾ വന്നിട്ട് ഈ ബ്രില്യൻറ്റും അവരായിട്ട് ടൈപ്പുള്ള സ്കൂൾസാണ്. അപ്പോൾ ഇവർ വന്നിട്ട് അവരുടെ ഒരു സർട്ടൈൻ സിലബസ് പാറ്റേൺ ഉണ്ട്, അതാണ് അവർ ഫോളോ ചെയ്യണത്. അതേസമയം ഞങ്ങളെ പോലുള്ള അവിടെ പോയിട്ട് ലൈക്ക് ഞങ്ങൾ വീക്ക്ലി ഈ 2 ഡേയ്സിലുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ സ്കൂളെ മാറി ചെല്ലുന്നത്. അപ്പോഴെന്താ പ്രശ്നം വരികയെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ സ്കൂളിൽ തുടങ്ങി. ഈ ബ്രില്യൻറ്റിൽ തുടങ്ങുന്നത് ചിലപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും. ഇനിയിപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ അവർ തുടങ്ങിയെന്നിരിക്കട്ടെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ആ സർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ ടീച്ചർ ആയിരിക്കില്ല വരിക, വേറെ ആരെങ്കിലും ആയിരിക്കും വരിക. എന്നിട്ട് അവർ വേറെ വല്ലതും എടുക്കും. അപ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കറിയാലോ 10th കഴിഞ്ഞിട്ട് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ +1 പഠിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ഇതില്ലാണ്ട്, അപ്പോൾ ലൈക്ക് ഒരു ഓർഡറിൽ പോവാണ്ട് റാൻഡമായിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പം അത് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ +1 എനിക്ക് തീരെ എൻ്റെ ലൈഫിൽ ഇഷ്ടമില്ലാത്ത 2 വർഷമാണ് +1 +2 എന്ന് പറയുന്നത്. ഈ ലൈക്ക് സ്കൂൾ കോളേജ് ലൈഫ്സിൽ ഒന്നാമത് സ്ഥലം മാറിപ്പോയി, ഫസ്റ്റ് ലൈക്ക് ഹോസ്റ്റൽ ലൈഫാണ്, അങ്ങനെയൊക്കെ ലൈക്ക് അതൊക്കെ കൊണ്ടുള്ള. കാരണം ഫസ്റ്റ് ഇയറിൽ ഞാൻ സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ നിന്നു, എൻ്റെ ഹെൽത്ത് ഭയങ്കര മോശമായി. പിന്നെ എനിക്കത് കഴിഞ്ഞിട്ട് വേറെ ഒരു PGയിലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ +1 +2 ജീവിതം. ഞാൻ പഠിച്ച് ഉഴപ്പാന്ന് പറഞ്ഞ +1 ഒക്കെ എന്നാലും ഞാൻ പഠിച്ചു, +2 ഞാൻ ഉഴപ്പിയ പിന്നെ ഞാൻ പൊട്ടെന്നൊക്കെ വിചാരിച്ചതാണ്. അതായിരുന്നു എൻ്റെ +2 ജീവിതം. അപ്പോൾ +1 പക്ഷെ ഞാൻ പോയപ്പോൾ ഞങ്ങളുടെ സ്കൂള് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്
സബ് ജില്ലയിൽ വന്നിട്ട് അവർ പ്രൈസ് അടിക്കുന്നത്. സോ ഞാൻ കുച്ചിപ്പുടിയിൽ എനിക്ക് സെക്കൻഡ് ഉണ്ടായിരുന്നു, +1 നാടോടി നൃത്തത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതേതാ, സോറി ഇത് ഇത് സ്കൂളിലാണ് കേട്ടോ. പിന്നെ ഇത് +1 ഇതിലെന്താ എനിക്ക് 2 സർട്ടിഫിക്കറ്റ് +1 +2 ആണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തോ എനിക്ക് കുച്ചിപ്പുടിയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഭരതനാട്യത്തിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഫോക്ക് ഡാൻസിന് ഫസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് +1 +2 സാധനമാണ്. ഓക്കെ അപ്പോൾ ഡിഫറൻസ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സബ് ജില്ലയിൽ നാടോടി നൃത്തത്തിന് എനിക്ക് സെക്കൻഡ് ആയിരുന്നു. പിന്നെന്താണ്, ഇതും എഗെയിൻ തന്നെ നാടോടി നൃത്തം, ഇത് ഫോർ +1 +2 ആണ്. പിന്നെ എന്താണ്, ഇത് ഭരതനാട്യത്തിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു സബ് ജില്ലയിൽ നിന്ന്. പിന്നെ കുച്ചിപ്പുടിയിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് എലിജിബിൾ ഫോർ ഹയർ ലെവലിനെ പറയുള്ളൂ. ഇതിൽ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് +1 പഠിക്കുമ്പോൾ അച്ഛനും അമ്മ ഇങ്ങനെ കോസ്റ്റ്യൂംസൊക്കെ കൊണ്ട് വീട്ടിൽ വന്നു, എൻ്റെ ഹോസ്റ്റലിൽ വന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ പ്രാക്ടീസൊക്കെ വളരെ കുറവാണ്. അപ്പം എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇവരെ കണ്ട് എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞാൻ ഭരതനാട്യം കഴിഞ്ഞു. ഭരതനാട്യം കുച്ചിപ്പുടി നമ്മൾ കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ, കാരണം കുച്ചിപ്പുടി അധികം LP UP ഒന്നും അങ്ങനെ ഉണ്ടാവില്ല, ഹൈസ്കൂളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. UP വന്നിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു +1 കുച്ചിപ്പുടിയുടെ. കാരണം എൻ്റെ കൂടെ കളിക്കുന്ന ഒരു കുട്ടി ഞങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്ത് ആ കുട്ടി പറഞ്ഞു, കഴിഞ്ഞ വർഷം എനിക്കായിരുന്നു ഫസ്റ്റ് എന്നൊക്കെ. അപ്പോഴേ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ പോകുമല്ലോ. അപ്പോൾ പിന്നെ ആ കുട്ടി തളിയൊക്കെ എടുത്തിട്ടാണ് കളിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കുട്ടി കളിക്കുമ്പോൾ കുട്ടീനെയൊക്കെ മദ്യം മറന്നിങ്ങനെ ഈ ഡാൻസിലേക്ക് ഇൻവോൾവ് ആയിട്ട് ഞാനിങ്ങനെ നോക്കുക കേട്ടോ. പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് ഓക്കെ നെക്സ്റ്റ് ഇസ് മീ അങ്ങനെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സതുലാല എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അപ്പം അത് കേൾക്കാൻ തന്നെ സുഖമുള്ളൊരു സോങ്ങാണ്. അപ്പം ഇത് പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഓഡിറ്റോറിയത്ത് ഫുള്ളിങ്ങനെ ഫില്ലായൊരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ വന്ന് അങ്ങനെ. പിന്നെ എനിക്ക് ഫോക്ക് ഡാൻസ് ഒക്കെ ആയപ്പോൾ എനിക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അച്ഛൻ്റെ അമ്മേനും കൂടെ നിൽക്കണം, കുറേ കാലം കൂടി അവരെ കാണുകയല്ലേ, അങ്ങനെ ഇനി കളിക്കണമെന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ +1 സബ് ജില്ല. അത് കഴിഞ്ഞ് +2 സബ് ജില്ല ഫോക്കിനാണ് ഞാൻ പോയത്. അപ്പം അതിന് വന്നിട്ട് +1 പിന്നെ ജില്ല ഭരതനാട്യവും കുച്ചിപ്പുടിയും പോയി. പിന്നെ +2 ഇത് ഫോക്ക്. അപ്പം അച്ഛൻ മാത്രമേ വന്നുള്ളൂ, അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടാണെങ്കിൽ അവിടെ ഫുള്ള് മറ്റേ നമ്മൾ ഈ ജഡ്ജസിനെ ഫിക്സ് ചെയ്ത് വയ്ക്കൽ പരിപാടികളുണ്ടല്ലോ, അതൊക്കെ പണ്ടോട്ടേ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ലൈക്ക് എല്ലാവരും പറഞ്ഞു നിനക്ക് തന്നെ ഫസ്റ്റ് അപ്പോഴാണ് നമുക്ക് പ്രതീക്ഷ വരണത്. അത് കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റിൽ കുറേ ലാഗ്, അതുവരെ ഇല്ലാത്ത ടീ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ സംഭവങ്ങൾ. എന്നെ അപ്പീൽ കൊടുക്കാൻ പോകാൻ സമ്മതിക്കണില്ല. ഈ സ്കൂളിൽ തന്നെ ഒരു സാറുണ്ട്, ആ സാർ ഞങ്ങൾക്ക് ബ്രില്യൻറ്റിലും ക്ലാസ് എടുക്കുന്ന ഒരു സാറായിരുന്നു. അപ്പോൾ ആ സാർ ഇങ്ങനെ കുറേ പറഞ്ഞിട്ടില്ല, ഇവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഫുൾ കരച്ചു തുടങ്ങി. മേക്കപ്പ് പോലും അയച്ചിട്ടില്ല. അച്ഛന് ഞാനിത് മാറ്റി വെച്ചിട്ട് വേണം അച്ഛനാണ് രാത്രിയത്തെ ട്രെയിൻ പിടിച്ചിട്ട് നാട്ടിലെത്താൻ. ഞാനിവിടെ കോട്ടയത്ത്, അച്ഛൻ കണ്ണൂർ എത്തണം. അപ്പോൾ എന്നിട്ട് ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ഫുള്ള് ശരി അപ്പീൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് അപ്പീൽ കൊടുക്കാനൊന്നും പറ്റിയില്ല. എന്താ പിന്നെ നമ്മളൊരു കഴിയുമ്പോൾ വിടുമല്ലോ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാടല്ല, പിന്നെ മതി പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ട് കഴിഞ്ഞ് എന്നെ അച്ഛൻ ബസ്സിൽ കൊണ്ടുവന്ന് കോലം. അയ്യോ, അന്നെങ്ങാനും ഈ മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ ഞാൻ വല്ല വൈറലായിട്ട് ആയിട്ടുണ്ടാവുമായിരുന്നു. ഞാനാണെങ്കിൽ ഫുള്ള് മേക്കപ്പ് പകുതി ഇങ്ങനെ കാണും, നമുക്കറിയില്ല ഇപ്പം ഇരിക്കും കണ്ണൊക്കെ ഇങ്ങനെ ഫുള്ള് കരിഞ്ഞ മുഖം കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമൽ ഇടുന്ന ഡ്രസ്സ്, മറ്റേ ഫോക്ക് ഡാൻസിൻ്റെ ഡ്രസ്സ് നമ്മൾ മാറ്റുമല്ലോ, മാറ്റി കരിഞ്ഞ മുഖം, മുടിയൊക്കെ എന്തൊക്കെയോ കോലം. ആ കോലത്തിൽ അച്ഛൻ്റെ ബസ്സിൽ കൂട്ടിയിട്ട് എന്നെ ഹോസ്റ്റലിലാക്കി. ആ സീന് ഞാൻ ഇന്നും മറക്കൂല. പക്ഷെ പറഞ്ഞിട്ടില്ല, അച്ഛൻ്റെ സമയത്ത് സ്റ്റേഷനിലെത്തിയാലേ കിട്ടുള്ളൂ. ഇന്നെങ്ങാനത്തെ പോലെ എങ്ങാനും ഫോൺ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ അവിടെ. യെസ്. പിന്നെ സ്കൂളിൻ്റെ പറഞ്ഞ് തീർന്നിട്ടില്ല, അപ്പം തന്നെ 34 മിനിറ്റ്. ഈശ്വര, ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാവും. ഇത് പിന്നെ വേറൊരു കേരളോത്സവം എന്ന് പറഞ്ഞ പാലാ മുനിസിപ്പാലിറ്റീൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ.
അതിനെനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോക്ക് ഡാൻസിന്. ഇതിലെനിക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ സ്കൂളിൽ പ്ലസ് വണ്ണിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ +2 ഞാൻ ഉഴപ്പി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ തുറക്കുന്നത് എക്സാമിൻ്റെ അന്ന് രാവിലെ. നമുക്കൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, അത് +1 എനിക്ക് 4 A+ഉം 2 Aയും ആയിരുന്നേ. ഏതിലൊക്കെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 4 A+ഉം 2 Aയും. എനിക്കത് 92% എന്തോ ആയിരുന്നു. 5 എനിക്ക് ഓർമ്മയില്ല, അത്ര എന്തോ ആയിരുന്നു +1 ഉണ്ടായിരുന്നു എൻ്റെ മാർക്ക്. ഓക്കെ, 93, 99, 67, 75, 16, 80 അപ്പോൾ എനിക്ക് ഫിസിക്സിലും ഫിസിക്സിലും ആയിരുന്നു എനിക്ക് A ഗ്രേഡ്. ബാക്കി എല്ലാത്തിലും എനിക്ക് A+ ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ അതങ്ങനെ മാറി 2 A+ഉം 4 Aയുമായിട്ട് ഞാൻ തലകുത്തനെ ആയി. ഇപ്പൊ കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള ബഹളം, എൻ്റെ ദൈവമേ. വീട്ടിൽ ഞാൻ തോറ്റ് കരച്ചിലായിരുന്നു വീട്ടിലിരുന്നിട്ട്. കാരണം അമ്മയുടെ അച്ഛനൊക്കെ റിയാക്ഷൻ അങ്ങനെയായിരുന്നു, ഞാനെന്താ തോറ്റുപോയി എന്നുള്ളൊരു ഇതായിരുന്നു. 4 ഇത്രയേ ഉള്ളൂ. എത്രയാണ് എനിക്ക് 89 സംതിങ് അങ്ങനെ എന്തോ ആണ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ്, അയ്യോ ഇതെന്താ നീ ഇത്ര കുറവ് വാങ്ങി, അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ വെച്ച്. അപ്പം നമുക്ക് കിട്ടുന്ന ഇമ്പ്രഷൻ അതാണല്ലോ. കാരണം 10th ഫുൾ A+ ഉണ്ട്. പിന്നെ +1 അറൗണ്ട് 93 94 ആയിരുന്നു എനിക്ക് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. അതങ്ങനെ കുത്തനെ പോയി 89 ആയി. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ 10th ആണെങ്കിൽ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ടീച്ചേഴ്സിൻ്റെ അടുത്താണ് കംപ്ലയിൻറ്റ് ചെയ്യുക, ഇവൾ വന്നൊന്നും പഠിക്കില്ല. അപ്പോൾ ടീച്ചേഴ്സ് ഇല്ല, ഇവൾ നല്ല കുട്ടിയാണ്, നല്ലോണം പഠിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. +1 +2 എത്തിയപ്പോൾ ടീച്ചേഴ്സ് ഇവരുടെ അടുത്തായി കംപ്ലയിൻറ്റ്, കുട്ടി അത് ചെയ്യണില്ല, കുട്ടി ഇത് ചെയ്യണില്ല എന്നൊക്കെ. എനിക്കാണെങ്കിൽ ആ സ്ഥലം ഇപ്പോഴും എനിക്കിഷ്ടമല്ല. എന്താ എനിക്കറിയില്ല, റീസൺ എനിക്കറിയില്ല. പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, എനിക്ക് 10th കഴിഞ്ഞപ്പം എൻ്റെ സിസ്റ്റർ TC ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴാണ് എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് TC തന്നു, പറയുന്നത് നീ ഇവിടെ തന്നെ +1 +2 ചെയ്യുന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ പല പ്രാവശ്യം ഞാൻ അവിടെ പാലയിലിരിക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, സിസ്റ്റർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, ഇവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സോ അതാണ് ആ സ്റ്റോറി. പിന്നെ അങ്ങനെ ഞാൻ കോളേജിലെത്തി. എവിടെ? അമൃത വിശ്വവിദ്യാപീഠം, കോയമ്പത്തൂർ. അവിടെ എന്ന് വെച്ചാൽ എന്താ, ഫസ്റ്റ് ഇയർ ഞാനിങ്ങനെ സ്വിമ്മിങ്ങിനൊക്കെ പോയിട്ട് പല ക്ലബ്സിലും എന്താ പറയുക, സ്വിമ്മിങ്ങിലുണ്ടായിരുന്നു, സ്പിക് മേക്കി ഉണ്ടായിരുന്നു, ഡാൻസിൽ നാട്യസുധയിലുണ്ടായിരുന്നു, സ്പോർട്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എനിക്ക് സ്വിമ്മിങ് ക്ലാസ് നിർത്തേണ്ടി വന്നു. അങ്ങനെ നിറയെ സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് പല, ഞാൻ പറഞ്ഞല്ലോ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കുറേ മിസ്സിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് ഏതോ ഒരു വർഷം പോയപ്പോൾ തന്നെ എനിക്ക് ജാവലിൻ ത്രോ ഇൻ്റർ ക്യാമ്പസ് ടൂർണമെൻറ്റിൽ എനിക്ക് സെക്കൻഡ് പ്ലേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ജാവലിൻ ത്രോയിൽ. ഓക്കെ, പിന്നെ എനിക്ക് ടാലൻറ്റ് സെർച്ച് ഉണ്ട് കേട്ടോ. ടാലൻറ്റ് സെർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഡാൻസിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മാളവിക. അവൾ ഞാനൊക്കെ കൂടുതൽ ക്ലോസ് ആയിട്ട് ഈ ഡാൻസിലൂടെ. ഞങ്ങൾ 2 പേരും എന്താ പറയുക, ട്വിൻസ് എന്നൊക്കെ പറയും. കാണാനൊരുപോലെയാണ്. ഞങ്ങൾ എപ്പോഴും ഡാൻസിന് ഒരുമിച്ചായിരിക്കും. പിന്നെ എന്താ പറയുക, ഞങ്ങൾ എന്താ ചെയ്യാത്ത പ്രോഗ്രാംസ് ഇല്ല അവിടെ. അത്രയും ഓൾമോസ്റ്റ് എല്ലാ മന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡാൻസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും പക്ഷെ എപ്പോഴും റെഡി ആയിരിക്കും. അവളും ഇതുപോലെ തന്നെ എൻ്റെ കൂടെ സ്പീക്ക് മേക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടാലൻറ്റ് സെർച്ചിൽ ക്ലാസിക്കൽ ഡാൻസ്, അന്ന് ഞാൻ ഭരതനാട്യം അല്ലാതെ ഞാൻ കുച്ചിപ്പുടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിഫറെൻറ്റ് ടീംസ് ഉണ്ട്. അമൃതോത്സവം എന്ന് പറഞ്ഞത് ഒരു കലോത്സവം പോലെയാണ്.
ആനന്ദമയി, അമൃതമയി, ജ്യോതിർമയി, അങ്ങനെ എന്തോ 4 ടീംസുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് അതും ഇതുപോലെ തന്നെ അവർ നമ്മളിങ്ങനെ ഓരോന്നിലും കൊണ്ടിടും. അപ്പം അങ്ങനെ ആയിട്ട് എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ആനന്ദമയി ടീമിലാട്ടോ ഞാൻ ഉണ്ടാവുക എപ്പോഴും. കാരണം ഞങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആണ്, അതെപ്പോഴും ഇൻ്റഗ്രേറ്റഡ്. ഞങ്ങൾ ആനന്ദമയിലായിരുന്നു ആ സമയത്ത്. പിന്നെ എന്തൊക്കെ മാറ്റം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലെനിക്ക് ഇൻട്രാ ക്യാമ്പസിന് ബാഡ്മിൻ്റണിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ടഗ് ഓഫ് വാറിൽ ഇത് മറ്റേ അവരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു പൊങ്കലിൻ്റെ സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഞങ്ങളവിടെ പോയി ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, വീട്ടിൽ നിന്നൊക്കെ പോകുന്ന പിള്ളേരല്ലേ. അപ്പോൾ സീനിയേഴ്സിനൊക്കെ ഞങ്ങൾ തോപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ചത്. ആ വർഷം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് സെക്കൻഡ് ഇയർ ഞങ്ങളെ പിടിച്ചിട്ട് ഞങ്ങൾ ഇട്ടു. ഞങ്ങൾക്കൊന്നുമില്ല. അപ്പോഴേക്ക് ആരോഗ്യമൊക്കെ പോവല്ലോ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട്. പിന്നെ ഇതുപോലെ എന്തോ ആനന്ദമയി ഇതെന്തോ സെക്കൻഡ് പ്ലേസ് ഫോർ ടെന്നീസ് ബോൾ ക്രിക്കറ്റ്. അതെന്താന്ന് ഇപ്പം എനിക്ക് എന്താ ഐറ്റം എന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെന്താ ഇത് അമൃതോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസിന് 7 ഓക്കെ MSc ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തായിരിക്കും. പിന്നെ ഇതെന്താ ഞാൻ ഈ ആനന്ദമയി ടീമിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷനാണിത്. പിന്നെ ഞങ്ങൾ ഈ കൾച്ചറൽ ഡേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേക്കൊക്കെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാകുമായിരുന്നു. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഈ അമൃതക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇവൻറ്റ് കഴിയുമ്പോഴും ഞങ്ങൾ അമൃതയ്ക്ക് തന്നെ ഒരു ചാനലുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഡാൻസ് കാണണം എന്നുള്ളൂ. അതിപ്പോൾ ആരെടുത്താണെങ്കിലും കുഴപ്പമില്ല, ഏത് അക്കൗണ്ടിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് കൊറിയോഗ്രാഫി ചെയ്ത കുറേ ഡാൻസ് ഉണ്ട്. ഒരു 3-4 ഡാൻസ് എന്തോ മിസ്സിങ് ആണ് ആക്ച്വലി. ഒരാളുടെ കയ്യിൽ വീഡിയോ ഇല്ല. ആ സമയത്ത് നമ്മളങ്ങനെ അധികം ഇന്നത്തെ പോലെ അധികം റെക്കോർഡിങ്ങും അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ എന്താ ചെയ്യാത്ത. ഇനിയിപ്പോൾ ആൾക്കാരുടെ കയ്യിലുണ്ടോ, എനിക്ക് കിട്ടാത്തയാണൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെടുത്തോ അങ്ങനെ എനിക്ക് അറിയുന്ന സർക്കിളിലൊന്നുമില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും, അവർ പറയും നമ്മൾ പോയി ചോദിച്ചാൽ ഓക്കെ ഞങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫൈൻ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് കണ്ടാൽ മതി. അപ്പോൾ ഓക്കെ പറഞ്ഞ് പിന്നെ എന്തോ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ചാനലിൽ അങ്ങ് പോയി. പിന്നെ ഏതൊക്കെയോ പ്രോഗ്രാംസ് കഴിഞ്ഞപ്പോൾ അവരുടെ ഈ ക്യാമറയ്ക്ക് എന്തോ പറ്റിയിട്ട് ഞങ്ങളുടെ വീഡിയോയെ പോയി. ഈ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ്സല്ലോ ലൈക്ക് കോളേജിൻ്റെ ഒരു ടീം ഉണ്ടാവില്ല അവരുടെ നിന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഞാൻ ഇനീഷ്യലി എൻ്റെ ഡാൻസ് വീഡിയോസ് വന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് നോക്കാമല്ലോ എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അതാണിപ്പോൾ ഇങ്ങനെ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരാണ് ഒരു കാരണം ആക്ച്വലി സ്പീക്കിങ്. സോ പിന്നെന്താ, ഞങ്ങൾ പിന്നെ എപ്പോഴും അടി കേട്ടോ. ഞങ്ങൾക്ക് ഓരോ കോമ്പറ്റീഷൻ കഴിയുമ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ ഇനിയും വലിയ വീഡിയോ, ഇപ്പം തന്നെ ഇത് വലിയ വീഡിയോ ആണ്. ഇത് ഏത് വർഷമാണോ ഗ്രൂപ്പ് ഡാൻസിന് ഗോകുലാഷ്ടമിക്ക് 3rd ഉണ്ടായിരുന്നു. പിന്നെ ഏതൊരു വർഷം ക്ലാസിക്കൽ ഡാൻസിന് 3rd ഉണ്ടായിരുന്നു. ഭരതനാട്യമാണ് അപ്പം ഞാൻ ചെയ്തത്. പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഞാനും ഒരു സാറുണ്ട്, സത്യജിത്ത് സാറും കൂടിയിട്ട് ഞങ്ങൾ ഡാൻസ് വിത്തിൻ ആൻഡ് വിത്തൗട്ട് എംബഡീഡ് വെൽനെസ് ബൈ മിസ് ശബരി റാവു എന്ന് പറഞ്ഞ ആ വ്യക്തി വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാനും സാർ വരുന്ന അതിൻ്റെ ഓർഗനൈസർ. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്കിങ്ങനെ ഇനീഷ്യലി ഞങ്ങൾ ഒരു കുറേയൊക്കെ ഇങ്ങനെ അടി ഉണ്ടാക്കി വന്നെങ്കിലും ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിടയിൽ ജ്യോതിർമയിലേക്ക് ഞങ്ങളുടെ ടീം മാറ്റിയിട്ടുണ്ടായിരുന്നു 2019 ആനന്ദമയിൽ നിന്ന്. ഓക്കെ എന്തോ ഗ്രൂപ്പ് സ്പ്ലിറ്റിംഗ് ആയപ്പോൾ. സോ ഇതുപോലെ പിന്നെ ഫുള്ള് ഗോകുലാഷ്ടമിക്ക് ഫസ്റ്റ്, അമൃതോത്സവത്തിന് ഗ്രൂപ്പ് ഡാൻസിന് ഫസ്റ്റ്. ഞാനിടയിൽ NSS ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി. ഈ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് അതുപോലും ഓർമ്മ വന്നത്. പിന്നെ ഈ സിംപോസിയം ഇത് ഞാൻ ആക്ച്വലി ഞങ്ങളിവിടെ എന്തിന് നിന്നപ്പം
വെക്കേഷൻ സമയത്ത് ഞാനാണെങ്കിൽ അധികം വെക്കേഷൻ അവിടെ നിന്നിട്ട് പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ ലൈക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തൊരു സിമ്പോസിയാണത്. കാലിക്കട്ടായിരുന്നു. പിന്നെ എന്താ ഓക്കെ പിന്നെ ഉള്ളത് പിന്നെ എന്താ ഇനി അമൃതയിൽ വന്നിട്ട് ഇടയിൽ ഞാൻ എന്തൊക്കെ ഇൻറ്റേൺഷിപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോൺഫറൻസസിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ അമൃതയിൽ വന്നിട്ട് എത്രയാണ്? അമൃതയിൽ വന്നിട്ട് ഇത് ബാച്ചിലേഴ്സിൻ്റെ ഒരു ഞാൻ ഇൻ്റഗ്രേറ്റഡാണ് ചെയ്തത്. അപ്പോൾ ഞാൻ 2 സർട്ടിഫിക്കറ്റ് കിട്ടും. 1 ഫോർ ദ ബാച്ചിലേഴ്സ് ആൻഡ് മറ്റേത് ഫോർ ഇൻ്റഗ്രേറ്റഡ് MSc. അപ്പോൾ എൻ്റെ CGPA എന്ന് പറയുന്നത് 8.02 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനാണ്. അങ്ങനെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഇത്രയൊക്കെ കാണിക്കാനുള്ളൂ. പിന്നെയൊക്കെ കോൺഫറൻസ് വെരി ബോറിങ് സ്റ്റഫ്, ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല. പിന്നെ എനിക്ക് ലാസ്റ്റ് ഫൈനലി കിട്ടിയൊരു ഇതാണ് ഈ PhDയുടെ സർട്ടിഫിക്കറ്റ്. കണ്ടോ ഇതാ. അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക, കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു, കോൺഫറൻസിന് ഇത് ചെയ്തു, അത് ചെയ്തു, ഓർഗനൈസ് ചെയ്തു എന്നൊക്കെ ഉള്ളത്. എനിക്ക് ബേസിക്കലി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ചെയ്യാനുള്ളത് എൻ്റെ ഒരു മെമ്മറി ആയിട്ട് ഇനി ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഈ അമൃതയിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരു സെം ഇപ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്താൽ അടുത്ത സെം എനിക്ക് ബോറടിക്കും. അപ്പം ഞാൻ ഫുൾ ഉഴപ്പും. എന്ന് വെച്ചാൽ ഫസ്റ്റ് സെം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് മാത്സുമായിട്ടുള്ള ടച്ച് ഒരു വർഷമായിട്ടില്ല. അപ്പം എനിക്ക് മാത്സും പ്രോഗ്രാമിങ്ങും നല്ല സ്ട്രഗിളിങ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സെമ്മിൽ. സെക്കൻഡ് സെം എത്തിയപ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്തു. തേർഡ് സെമ്മിൽ ഉഴപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റൊക്കെ എനിക്കാണെങ്കിൽ കുറേ സാധനങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാൻ ഇഷ്ടമില്ല. ഈ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഫുൾ ഇക്വേഷൻസ്, അത്ര 90 സംതിങ് ഇക്വേഷൻസ് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അങ്ങനെ ലൈക്ക് പക്ഷേ സപ്ലി ഇതുവരെ ഒന്നിനും അടിച്ചിട്ടൊന്നുമില്ല. എന്നാലും എന്താ പറയുക, തട്ടിമുട്ടി പാസ്സായി പോണ ആ പരിപാടിയില്ലേ, അതായിരുന്നു. പിന്നെ MSc ഫസ്റ്റ് ഇയർ ആയപ്പോൾ നല്ലോണം പഠിച്ചു. സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് ബോറടിച്ചു. എനിക്കിങ്ങനെ കാരണം MSc ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഞാൻ വിചാരിച്ചു MSc ആയി, ഇനി നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ഇരിക്കണം, എക്സ്ട്രാ കരിക്കുലർ ഒന്നും വേണ്ട. ഞാൻ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷേ MSc സെക്കൻഡ് ഇയർ ആയപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവുമെന്ന് പറയില്ലേ, എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് പഠിപ്പ് മാത്രമായിട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു സഫക്കേഷനായിരുന്നു. അപ്പം ഞാനത് നിർത്തി. എന്നിട്ട് ഞാൻ ഫുൾ പാർട്ടിസിപ്പേറ്റ് ഇല്ല, ഒരെണ്ണം അപ്പോഴും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ. അപ്പോഴും എനിക്ക് പിന്നെ ഫുള്ള് സങ്കടമൊക്കെ ആവാൻ തുടങ്ങി. അപ്പം എൻ്റെ ഫുൾ ഉഴപ്പായിരുന്നു. പിന്നെ തേർഡ് സെം ആയപ്പോഴാണ് പിന്നെ ഒന്ന് പിക്കപ്പ് ചെയ്തെടുത്തത്. പിന്നെ ഫോർത്ത് സെം ഞങ്ങൾക്ക് പ്രൊജക്റ്റ് മാത്രമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ കാണുന്ന ഈ 10th പിള്ളേർ, അല്ലെങ്കിൽ 11th 12th പിള്ളേർ, അല്ലെങ്കിൽ കോളേജിലുള്ള പിള്ളേർ, ബേസിക്കലി ഈ മാർക്സിലൊന്നും ഒരു കാര്യമില്ലാന്ന് ഇപ്പം നിങ്ങൾ പറയും, ഇപ്പം ചേച്ചി അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇത്രയായല്ലോ എന്ന് വെച്ചാൽ ലൈക്ക് 10th കഴിഞ്ഞു. ഇപ്പോൾ ഇപ്പോൾ +1 +2 ഒരാൾ പറയുകയാണെങ്കിൽ 10th ഒരു കുട്ടീനെ അടുത്ത് പറയുകയാണെങ്കിൽ 10th കുട്ടി വിചാരിക്കും അവരിപ്പോൾ +1 +2 ആയി, അതുകൊണ്ട് അവർക്ക് എന്തും പറയാമല്ലോ. പക്ഷെ ഞാൻ ആ ഒരു ഉദ്ദേശത്തെ പറയല്ല. ഇപ്പോൾ 10th നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുക എന്നുള്ള ഒരു മിനിമം കോമൺ സെൻസ് വേണം. അല്ലാണ്ട് കുറേ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ 10th മാർക്ക് എന്ന് പറയുന്നത് 11th 12th നല്ല അഡ്മിഷൻ കിട്ടണം. 11th 12th മാർക്ക് എന്തിനാ, ഈ കോളേജിൽ നല്ലൊരു അഡ്മിഷൻ കിട്ടണം. ഇനിയിപ്പം ഈ കോളേജിലെ സിനാരിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ 9 പോയിൻറ്റേഴ്സ് ഈവൻ 10 പോയിൻറ്റേഴ്സിന് പോലും നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല. അതേസമയം 6 പോയിൻറ്റ്സ് 7 പോയിൻറ്റ്സ് ഉള്ളവർക്കൊക്കെ നല്ല പ്ലേസ്ഡ് ആയിട്ട് അവർ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ ഉഴപ്പി നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പം എന്ത് കാര്യമാണെങ്കിലും നിങ്ങളത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് ഫോർ ദ സേക്ക് ഓഫ് എക്സാമിനേഷൻ. ഞാനൊക്കെ അത് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ പറയാം, ഫോർ ദ സേക്ക് ഓഫ് എക്സാമിനേഷനൊക്കെ ഒരുപാട് പഠിച്ച് പോയിട്ട് പാസ്സായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ കൊണ്ടൊന്നും ബേസിക്കലി ഒരു കാര്യമില്ല. കാരണം ആഫ്റ്റർ ഓൾ അവർ നോക്കുന്നത് നിങ്ങളുടെ ഇന്നോ നോളജാണ്. ഒരു സംഭവത്തിനെ പറ്റി എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, എന്തൊക്കെയാണ് നിങ്ങളുടെ ഐഡിയാസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ. നിങ്ങൾ പക്ഷെ എപ്പോഴും നോക്കുക വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ എൻജിനീയറിങ് അങ്ങനെയൊക്കെ ഒരു സേഫ് സൈഡ് എന്ന് പറയുന്നത് ഒരു 7.5 ആണ്. കാരണം പല ഇതും അവർ ചോദിക്കുന്നത് മിനിമം ഇത്ര മാർക്സ് വേണം എന്നുള്ളതാണ്. അപ്പം നിങ്ങളെപ്പോഴും ആ ഒരു ബേസിക് ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് ലൈക്ക് എന്താ പറയുക,
അല്ലാണ്ട് എനിക്ക് 8 പോയിൻ്റ് ആവണം, അല്ലെങ്കിൽ 9 പോയിൻ്റ് ആവണം, അല്ലെങ്കിൽ 10 പോയിൻ്റ് ആവണം, അതായിരിക്കരുത് നിങ്ങളുടെ എയിം. നിങ്ങൾക്കിപ്പോൾ എൻജിനീയർ ആവണമെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൽ. അത് ചുമ്മാ ഓക്കെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി എൻ എൻജിനീയർ, അല്ലെങ്കിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി എ ഡോക്ടർ അങ്ങനെ പറയാണ്ട് നിങ്ങളത് പാഷനേറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് നിങ്ങൾക്കതിൽ വിൻ ചെയ്യാൻ പറ്റുക. അതിപ്പോൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഏത് ഡിഗ്രി ആണെങ്കിലും എല്ലാം എനിക്കല്ല. ഞാനിപ്പോൾ ഭയങ്കര മോട്ടിവേഷണൽ ക്ലാസ്സിലേക്ക് പോകും. സോ എന്തൊക്കെയോ ഏതൊക്കെയോ ഞാനിതിൽ പറഞ്ഞത് എനിക്കറിയില്ല. ദിസ് സച്ച് എ റോ വീഡിയോ. ഒരു കട്ടോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്ലോഡ് ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.